പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആരും ചെറിയവനോ വലിയവനോ അല്ല. പരസ്പര സ്നേഹവും സഹകരണവുമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. ഒരു കഥ കേൾക്കൂ. സ്നേഹപ്പൂക്കാലം. ഹായ്, ഡാലിയപ്പൂക്കൾക്ക് എന്ത് ഭംഗിയാ! വിടർന്നു നിൽക്കുന്ന ഡാലിയയെ നോക്കി മുല്ലപ്പൂ പറഞ്ഞു, എത്ര ചന്തമുണ്ടായിട്ടെന്താ, ഒരു സുഗന്ധവുമില്ല. മുല്ലപ്പൂ പോലെ സുഗന്ധമുള്ള വേറെ ഏത് പൂവുണ്ട്? ചെമ്പരത്തിപ്പൂവ് മുല്ലപ്പൂവിനെ തിരുത്തി, അങ്ങനെയൊന്നും പറയണ്ട, റോസാപ്പൂവല്ലേ ഏറ്റവും സുഗന്ധമുള്ളത്. പനിനീർപ്പൂവെന്നല്ലേ പറയുന്നത്? ചെത്തി പറഞ്ഞു. ജമന്തിക്കും പിച്ചകത്തിനും നല്ല മണമുണ്ട്. ഈ ചെടിക്ക് ഗന്ധരാജൻ എന്നല്ലേ പറയുന്നത്? മണം മാത്രം ഉണ്ടായിട്ടെന്താ കാര്യം? നോക്കൂ, സൂര്യകാന്തി ചെടിക്ക് എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ വിത്തുകൾ രുചികരവുമാണ്. തോട്ടത്തിലെത്തിയ തത്തമ്മ പറഞ്ഞു, പൂക്കളിലെ രാജാവ് താമരയല്ലേ? ആ താമരക്കുളത്തിലേക്ക് നോക്കൂ. അവിടെ വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് എന്തൊരു ചന്തമാണ്. മുക്കുറ്റി പറഞ്ഞു, അയ്യയ്യേ, മുട്ടോളം ചെളിയിൽ നിൽക്കുന്ന താമര, എന്ത് ചന്തമുണ്ടായിട്ടെന്താ, വളരുന്ന സ്ഥലം കൂടി നോക്കണ്ടേ? മന്ദാരച്ചെടി താമരയെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ പൂക്കൾ തങ്ങൾക്കിഷ്ടപ്പെട്ട കൂട്ടുകാരികളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. പൂന്തോട്ടത്തിന് തൊട്ടു താഴത്തുള്ള പച്ചക്കറിത്തോട്ടത്തിലെ മത്തപ്പൂവും വെള്ളരിപ്പൂവും ഇത് കേട്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവിടെ എത്തിയ ഒരു വെള്ളരിപ്രാവ് പറഞ്ഞു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ തർക്കിക്കുന്നത്? ആ മത്തപ്പൂവിനെ നോക്കൂ, കുറച്ചു നാൾ കഴിയുമ്പോൾ അവയെല്ലാം മത്തങ്ങകളായി മാറും. അതിനപ്പുറത്ത് നിൽക്കുന്ന വെള്ളരിപ്പൂവ് മനോഹരമായ കണിവെള്ളരിക്കയായി മാറും. ഐശ്വര്യം നിറഞ്ഞ വിഷുക്കണി കാണാൻ യോഗ്യതയുള്ള കണിവെള്ളരി നമുക്ക് നൽകുന്ന വെള്ളരിപ്പൂവ് എത്ര മഹത്വമുള്ളതാണ്. ഏവർക്കും ഉപകാരമുള്ള ആ പൂക്കളെ നിങ്ങൾ മറന്നുപോയോ? ഇത് കേട്ട് വെള്ളരിപ്പൂവ് വിനയത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ അരികിൽ വളരുന്ന തുമ്പപ്പൂവും തുളസിയും മോശക്കാരല്ല. ഓണക്കാലത്ത് തുമ്പയില്ലാത്ത ഒരു പൂക്കളമുണ്ടോ? തുളസിക്കതിർ വയ്ക്കാതെ പൂവിടാൻ പറ്റുമോ? ഓരോരുത്തർക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. അത് ശരിയാ. നിറവും മണവും ഭംഗിയുമുള്ള ധാരാളം പൂക്കൾ കല്ലിലും മുള്ളിലും കാട്ടിലും ചെളിയിലും വളരുന്നു. അവരവരുടെ വ്യക്തിത്വം നിലനിർത്തിയാണ് വളരുന്നത്. ചിലർ സുഗന്ധം നൽകുമ്പോൾ ചിലർ പൂജാപുഷ്പങ്ങളായി മാറുന്നു. മറ്റു ചിലർ അലങ്കാര പുഷ്പങ്ങളായി തിളങ്ങുന്നു. ഇനിയൊരു കൂട്ടർ കായ്കനികളായും പഴങ്ങളായും മാറുന്നു. നമ്മളെല്ലാം ഈ ഭൂമിയിൽ സ്നേഹപ്പൂക്കാലം തീർക്കാനുള്ളവരാണ്. മുത്തശ്ശിമാവിലെ മാമ്പൂക്കൾ ഒരുമിച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ മറ്റു പൂക്കളും കലഹം നിർത്തി അവരോട് യോജിച്ചു.